ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ആൻഡ് ലൈഫ് ഫാമിലി. അപ്പോൾ ഇന്നത്തേത് ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പം ഞാനിതിപ്പോൾ ഏകദേശം ഒരു 2 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി റോസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അത് കാരണം ഇച്ചിരി ആക്കിയതാണ്. അപ്പോൾ ഈ ചിക്കൻ നല്ലവണ്ണം കഴുകി ഫ്രഷ് ചിക്കൻ കട്ട് ചെയ്തിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, ചിക്കൻ മസാല പൗഡർ, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൗഡർ ഇട്ടിന്. പിന്നെ ഉപ്പ്, കാശ്മീരി ചില്ലി. ഇതിൽ ചിക്കൻ നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. കാരണം ചിക്കൻ്റെ ഞാനൊരു 5-6 മണിക്കൂർ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടി രാവിലെ ഞാൻ മസാല പിടിപ്പിച്ചിട്ട് വൈകുന്നേരമാണ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അത് അത്രയും മസാല പിടിച്ചിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാവും. പിന്നെ ഇതിൽ എക്സ്ട്രാ മസാലയൊന്നും വേണ്ട. എല്ലാ മസാലയും ഈ സമയത്ത് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സോൾട്ട് മാത്രം, ഇപ്പോൾ സോൾട്ട് ആഡ് ചെയ്യുന്നത് സോൾട്ട് മാത്രം ലാസ്റ്റ് വേണമെന്ന് വെച്ചാൽ കുറച്ച് ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പം എന്ന് വെച്ചാൽ ഇതിൽ മസാല പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് ഇതാകുമ്പോൾ ഇച്ചിരി ഒരു ഗ്രേവി, അതായത് ചിക്കൻ വറുത്തത് ഗ്രേവി അല്ല, ക്വാണ്ടിറ്റി ഇതാവാൻ ഒനിയനാണ് കൂടുതൽ. ഇപ്പോൾ ഇത്രപ്പാട് ഒനിയൻ ഞാൻ ഒരു ടൊമാറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ചിക്കൻ റോസ്റ്റിന് അത്ര അത് ടൊമാറ്റോയുടെ പുളിയൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 ഒനിയന് ഞാൻ ഒരു ടൊമാറ്റോ, ഒരു പഴുത്ത ടൊമാറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇഞ്ചി, മുളക്, കറിവേപ്പില, അതെല്ലാം പച്ചമുളക്, അതെല്ലാം അത്യാവശ്യം. പിന്നെ ഗരം മസാല ഡയറക്റ്റ് പൊട്ടിക്കുകയും ചെയ്യും. കാരണം ഒരു സ്മെല്ലിനും അതിനൊക്കെ വേണ്ടിയിട്ട് ഗരം മസാല ഡയറക്റ്റ് ആഡ് ചെയ്തു. പിന്നെ ഗരം മസാല പൗഡർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഡയറക്റ്റ് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഓൾറെഡി ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒനിയൻ ഇതാവാൻ വേണ്ടിയിട്ടില്ല. ഇതും കൂടി ഒനിയൻ ഒരു സൈഡിൽ നിന്ന് ആക്കുമ്പോൾ ഇപ്പുറത്തോട്ട് ഓയിൽ ഇറങ്ങി വരുമല്ലോ. ആ ഓയിൽ നല്ലോണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് കറിവേപ്പില അത്രയൊക്കെ. പുതിനച്ചപ്പ് ലാസ്റ്റ്, മല്ലിയില ലാസ്റ്റ്, പുതിനയല്ല മല്ലിയില ലാസ്റ്റ് മാത്രം ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നേ ഉള്ളൂ. ഇതിൽ കറി ലീവ്സ് എല്ലാം ആഡ് ചെയ്യുന്നു. പിന്നെ നല്ലപോലെ ഒരു പഴുത്ത ടൊമാറ്റോ. അപ്പം നല്ലപോലെ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കില്ല. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രമാണ്. ഇതൊരു 7 മണിക്കൂറോളം മസാല പിടിച്ചിട്ട് ഫ്രിഡ്ജിൽ മസാല അതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക അബ്സോർബ് ചെയ്യുക മസാലയുള്ളതാണ്. അപ്പം പിന്നെ നമ്മൾ അടച്ചു വെച്ച് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ എത്ര നോൺ സ്റ്റിക്കാണ് പറഞ്ഞാലും, കാരണം ഇതിൽ നിന്ന് ചിക്കൻ ഇറങ്ങുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഡ്രോപ്സ് പോലും വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ചിക്കൻ ഫ്രഷ് ചിക്കനാണതൊരു ഹാഫ് ആൻ അവറിന് മേലെ നല്ല വേവുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി നോക്കുക. ഇപ്പൊന്നും വെള്ളം ഇറങ്ങുന്നില്ല. കുറച്ചും കൂടി സമയം ആകുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ തന്നെ നല്ലോണം കോട്ട് ചെയ്ത് പിടിച്ച് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്കൊന്ന് അടി പിടിക്കുന്നുണ്ടോ എന്ന് മാത്രം ഉറപ്പ് വരുത്തുക. പിന്നെ നോക്കാം. അപ്പം ചിക്കൻ റോസ്റ്റ് കുക്കായി ഓൾമോസ്റ്റ്. ഞാൻ വെച്ച് കഴിയുമ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് കട്ടിയാവും. അപ്പം അങ്ങനെ റെഡിയായി. അപ്പം പിന്നെ അത് സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഇപ്പം ചപ്പാത്തിക്കും അപ്പത്തിന് നല്ല ആയിട്ട്, കാരണം ആ ഒനിയൻ്റെ അതിൻ്റെ മാത്രമേ ഇതിൽ ഗ്രേവി ആയിട്ട് വരുന്നുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.